ഓക്കെ, ഇതെന്താണ്? ഗതിവിദ്യ. ഗതിവിദ്യ മീൻസ് ആക്ടിവിറ്റീസ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താണ് ആ ലെസന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് കഴിഞ്ഞത്. പിന്നെയും എന്ത് പറയണു? കഹാനി കാ പ്രസംഗ് സംജയ്, കഹാനിയുടെ ഉള്ളടക്കം മനസ്സിലാക്കുക. ചർച്ചാക്കരെ, നിങ്ങൾ ചർച്ച ചെയ്യാനാണ് പറയുന്നത്. ഈ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് കൊടുത്തത്. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ വായിച്ചിട്ട് അതിന്റെ ആൻസേഴ്സ് കിട്ടുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും. അപ്പൊ സ്റ്റോറി കേട്ട് കഴിഞ്ഞ് മനസ്സിലാക്കിയവർക്ക് എന്താണ്, ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ എന്തായിരിക്കും അതിന്റെ ആൻസർ എന്നും മനസ്സിലാകും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കഹാനി മേ ചിത്രിത് പ്രവാസി മസ്ദൂർ പരിവാർ കി ചുനൗത്തിയാം ക്യാ ക്യാ ഹെ. ഈ ഒരു കഥയില് പിക്ചറൈസ് ചെയ്തിട്ടുള്ള ആരാണ്? ജോലിക്കാരുടെ ഫാമിലി. പരിവാർ പറഞ്ഞാൽ എന്താ? ഫാമിലിയുടെ എന്തൊക്കെയാണ് അവരുടെ ചുനൗത്തിയാം, വെല്ലുവിളികൾ, അവരുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. എന്താണ് ആൻസർ നോക്കാം. പ്രവാസി മസ്ദൂർ പരിവാർ അപ്നെ ഗാവ് സെ ദൂർ രഹ്താ ഹെ. പ്രവാസി എന്ന് വിളിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്? അവരവരുടെ നാട്ടിലല്ല ജീവിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് പറയണം? ദൂർ രഹ്താ ഹെ. ആ ഒരു വേർഡ് ഓർമ്മ വെച്ചാല്, ആ പ്രവാസി മസ്ദൂർ പരിവാർ അപ്നെ ഗാവ് സെ, സ്വന്തം ഗ്രാമത്തിൽ നിന്ന് ദൂരെയാണ് താമസിക്കുന്നത്. ഓർ റോസ് ഗർ ലോട്ട് നെഹി സക്തേ. ഇവിടെ റോസ് എന്നാണ്. റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദിവസവും എന്താണ്? വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. ലോട്ട് നെഹി സക്തേ എന്താണ്? തിരിച്ചു പോകാൻ പറ്റില്ല. തോ എന്ത് ചെയ്യൂ അപ്പോൾ അവര്? നിർമ്മാണധീൻ ഇമാരത്വം, അവര് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി നടന്നുകൊണ്ടിരിക്കുന്ന ഇമാരത്വം എന്ന് പറഞ്ഞാൽ എന്താ? ബിൽഡിങ്ങുകളുടെ പാസി അപ്ന ഗുസാര കർത്തേ ഹെ, അടുത്ത് തന്നെയാണ് അവര് ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ അവര് കഴിച്ചു കൂട്ടിയിരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. എന്തൊക്കെയാണ് അവരുടെ വെല്ലുവിളികള്? അവർക്ക് കറക്റ്റ് ജീവിക്കാൻ ഒരു സ്ഥലമില്ല, ശരിയല്ലേ? അവരുടെ വീട് എവിടെയാണ്? ഗ്രാമത്തില്. എന്നും പോയി വരാൻ പറ്റൂല. എന്ത് ചെയ്യും? പണിയെടുക്കുന്ന ആ ബിൽഡിങ്ങിന്റെ അടുത്ത് ഒരു കൂടാരം കെട്ടിയിട്ട് അവിടെയാണ് അവര് രാത്രി കഴിച്ചു കൂട്ടുന്നത്. രാവിലെ അവരെന്ത് ചെയ്യും? ജോലിക്ക് പോകും. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കേശവ് ഷെഹർ കെ അപ്നെ ഡേരെ സെ ക്യോ ബാഹർ നിക്കൽത്താ ഹെ. അപ്പൊ കേശവ് എന്താണ്? മാതാപിതാന്റെ അടുത്ത് ഷെഹറിൽ വന്നു, അല്ലെ? എന്നിട്ട് എവിടെയാണ് താമസിക്കുന്നത്? ആ പരിവാർ, ആ ഫാമിലി താമസിക്കുന്ന ഡേരെ, കൂടാരത്തില്. എന്തുകൊണ്ട് കേശവ് ആ ടൗണിന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു? ബാഹർ നിക്കൽ, ബാഹർ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്സൈഡ്, പുറത്തേക്ക് വന്നു എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ നോക്കൂ. ഡേരേമേ കേശവ് അക്കയലതാ. അതെ, കേശവിന് ഫ്രണ്ട്സ് ഒന്നുമില്ല ടൗണില്, എല്ലാവർക്കും അറിയുന്ന കാര്യ. അപ്പൊ അക്കേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എലോൺ, ഒറ്റക്ക്, അല്ലെ? അവൻ എവിടെയാണ്? അവൻ ഒറ്റക്കായിരുന്നു. എവിടെ? കൂടാരത്തില്. ഖേൽന ചാത്താത, അവൻ എന്താണ്? കളിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇസ്ലിയെ വോ ബാഹർ നിക്കൽത്താ ഹെ, അതുകൊണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. കേശവ് കെ സപ്നോ കെ പ്രതി ഉസ്കെ മാതാപിതാ കാ റവയ്യ ക്യാ താ. കേശവ് കെ സപ്ന എന്നാണ്? കേശവിന്റെ സ്വപ്നങ്ങളോട് എന്താണ്? മാതാപിത, അവന്റെ അച്ഛന്റെയും അമ്മയുടെയും റവയ്യ ക്യാ താ, എന്തായിരുന്നു അവര് തിരിച്ച് കാണിച്ച റെസ്പോണ്ട്? എന്താണ്? അതെ, നല്ല ചീത്ത കേട്ടു, അല്ലെ? നോക്ക, ചീത്ത എന്നുള്ളതിനെ നമ്മൾ, അല്ലെ ശകാരം എന്നുള്ളതിനെ നമ്മൾ എന്താണ് ഹിന്ദിയിൽ പറയാന്നുള്ളത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കേശവ് നയെ ബല്ലെ വൈറ്റ് ക്യാപ്പ് ആദി സെ ക്രിക്കറ്റ് ഖേൽനെ കാ സ്വപ്ന ദേഖ് രഹാ താ. എല്ലാവർക്കും അറിയാം കേശവ് എങ്ങനത്തെ സ്വപ്നമായിരുന്നു കണ്ടോണ്ടിരുന്നത്? അതെ, പുതിയ ബാറ്റ്, ബോള്, പിന്നെ എന്താണ്? ഒരു വൈറ്റ് ക്യാപ്പ്, പാഡ്, അല്ലെ? അതിട്ടിട്ട് ഗ്രൗണ്ടിൽ വന്ന് നല്ല ഉഷാറ് കളി കളിക്കുന്ന സ്വപ്നം, അല്ലെ? അത് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടായത്? എഴുന്നേറ്റ് പോയി. അപ്പോഴോ മാതാപിതാനെ ഉസേ ഡാണ്ട് കാനി പടി, അച്ഛന്റെ അമ്മയുടെയും എന്താണ്? അതെ, ശകാരം അല്ലെങ്കിൽ ചീത്ത കേൾക്കേണ്ടി വന്നു. അപ്പൊ ഡാണ്ട് കാനി, ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട ആ വേർഡ്. ഓക്കെ, എന്താണ്? അച്ഛനും അമ്മയും കാണിച്ച റവയ്യ എന്താണ്? ഡാണ്ട്, അവനെ ശകാരിച്ചു, അവനെ ചീത്ത പറഞ്ഞു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. കഹാനിക്ക് ആരംഭമേ, കഹാനിന്റെ തുടക്കത്തിൽ കേശവ് കെ പ്രതി, കേശവിനോടുള്ള ഷെഹരി ലോഗോങ്ക, ആരാണ് ഷെഹരി ലോഗ്? അതെ, കളിക്കാൻ കൂട്ടാത്ത ആൺകുട്ടികൾ. എന്താ ഷെഹരി എന്ന് പറഞ്ഞാൽ എന്താ? ടൗണിലുള്ള ആളുകൾ. കോൺസ മനോഭാവ് ദിക്കായാകയ, എന്ത് മനോഭാവമാണ് നമുക്ക് സ്റ്റോറിയിൽ കാണിച്ചിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ.
എന്താ പറയണത്? കേശവ് മസ്ദൂർ പരിവാർക്കാൽ എടുക്കാത്ത. കേശവ് എവിടെ, എങ്ങനെയുള്ള ആളുകളുടെ എന്താണ് പറയാ മകനാണ്? ഏത് ഫാമിലിയിലുള്ളതാണ്? ജോലി വർക്ക് ചെയ്യുന്ന ഫാമിലിയിലുള്ള, അല്ലെ? മസ്ദൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഈ ബിൽഡിംഗ് ഒക്കെ പണിയെടുക്കുന്ന വർക്കേഴ്സ്, അവരുടെ മോനാണ്. ബച്ചോനെ ഉസെ അപ്പനെ ഹസി മസാഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഫണ്ണാണ്, അല്ലെ? അവനെ ഒരു കളിയാക്കൽ എന്നുള്ള ഒരു വിഷയമാക്കി മാറ്റി, അല്ലെ? കളിയാക്കുന്ന ഒരു വിഷയമാക്കി മാറ്റിയിട്ട് വിഷയ് ബനായാത മാറ്റിയിരുന്നു. ഓക്കെ, ഇനി 5th ക്വസ്റ്റ്യൻ നോക്കൂ. കേശവ് കെ പ്രതി ഷഹരി ലോഗോं का മനോഭാവ് कैसे बदलता है? അപ്പൊ ഫസ്റ്റ് എന്താണ് അവരുടെ മനോഭാവം ഉണ്ടായിരുന്നത്? അവനെ വെറും ഒരു കളിയാക്കൽ വസ്തുവാക്കിയാണ് മാറ്റിയത്. ഇനി എങ്ങനെയാണ് ഈ ഒരു സ്വഭാവം മാറിയത്? ബദൽത്തെ ഹേ, ബദൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ച്, മാറിയത്, ചേഞ്ച് ആയത് എങ്ങനെയാണ്? क्रिकेट बॉल लेने जब केशव एक इमारत की तीसरी मंजिल पर जाता है. എന്താണ് ക്രിക്കറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ക്രിക്കറ്റ് ബോള് എടുക്കാൻ വേണ്ടിയിട്ട് ലേനെ ജബ് കേശവ്, കേശവൻ ഏക് ഇമാരത്ത് ഒരു ബിൽഡിങ്ങിന്റെ തീസരി മൻസിൽ മൂന്നാമത്തെ നിലയിൽ ജാത്താ ഹെ പോകുന്നു. അപ്പോഴോ തബ് എന്താ ഉണ്ടാവുന്നത്? ഗിർക്കർ വീണിട്ട് കായൽ ഹോ ജാത്താ ഹെ അവന് അപകടം പറ്റുന്നു, അല്ലെങ്കിൽ മുറിവുകൾ വോൺസ് പറ്റുന്നു. ഇസ് ഘടനാസെ ലോഗോं का മനോഭാവ് ബദൽ ജാത്താ ഹെ. ഈ ഒരു ഇൻസിഡന്റ് നടന്നതോടുകൂടി, അല്ലെങ്കിൽ ഈ ഒരു ആക്സിഡന്റ് നടന്നതോടു കൂടിയാണ് ആൾക്കാരുടെ അവനോടുള്ള ഒരു മനോഭാവം മാറിയത്. ഓക്കെ, ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. കേശവ് കോ മാ ബാപ് കെ സാത്ത് ഗാവ് വാപ്പസ് ക്യോ ജാനാ പടാ? കേശവിന് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ, സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, ഗാവ് ഗ്രാമത്തിലേക്ക്, വാപ്പസ് തിരിച്ച്, ക്യോം ജാനാ പടാ എന്തുകൊണ്ട് പോകേണ്ടി വന്നു? എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ്? അവന് അപകടം പറ്റിയത് കൊണ്ടാണ്, അല്ലെ? ഏക് ഇമാരത് കി തീസരി മൻസിൽ സേ ബോൾ ലേനെ കെ പ്രയാസ് മേ. എന്താണ്? ഒരു ബിൽഡിങ്ങിന്റെ മൂന്നാമത്തെ നിലയിൽ നിന്ന് ബോൾ എടുക്കാനുള്ള ഒരു പ്രയാസത്തിൽ, ആ ഒരു പരിപാടിയിൽ എന്താ ഉണ്ടത്? കേശവിന് എന്താണ്? ചോട്ടിലേകി, അവന് മുറിവ് പറ്റി. ഇസ്ലിയെ ഉസേ മാ ബാപ് കെ സാത്ത് ഗാവ് ജാനാ പടാ, അല്ലേ? അതുകൊണ്ടല്ലേ അവന് അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ തിരിച്ചു പോകേണ്ട ഒരു അവസരം വന്നത്, അല്ലെങ്കിൽ ഒരു നിർബന്ധമായിട്ട് പോകണം എന്നുള്ളത് വന്നത്. അതെ. ഈ 7th ക്വസ്റ്റ്യൻ നോക്കൂ. കഹാനിക്ക് ചരം സീമ പർ ആപ്കാ വിചാർ ഹെ. ചരം സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലൈമാക്സ്. ഈ അവസാനം, ഈ സ്റ്റോറിയുടെ അവസാനത്തിൽ നിങ്ങളുടെ വിചാരം എന്താണെന്നാണ് ചോദിക്കുന്നത്. കഹാനി കെ അന്ത് മേ കേശവ് കെ പ്രതി ലഡ്കോं का മനോഭാവ് അച്ഛാ ഹോത്താ ഹെ. അല്ലേ? എന്താണ്? കഹാനിയുടെ, ഈ സ്റ്റോറിയുടെ അവസാനത്തിൽ കേശവനോടുള്ള മനോഭാവം ബാക്കിയുള്ള ആൾക്കാരത് എന്താണ്? ഭയങ്കര നല്ലതാകുന്നു. അച്ഛാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നല്ലതാകുന്നു. സബ് ദോസ് ബൻ ജാത്താ ഹെ. എല്ലാവരും എന്തായി? പിന്നെ എല്ലാവരും ഫ്രണ്ട്സായി. 2 ടീം ഉണ്ടായിരുന്നു, കേശവും ഉണ്ടായിരുന്നു. എന്താണ്? എല്ലാവരും ഫ്രണ്ട്സായി. ഓർ ഫിർ മിൽനെ കെ ലിയെ അലഗ് ഹോ ജാത്താ ഹെ. പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് അവര് പരസ്പരം വേറെ പിരിയുന്നത്? നമുക്ക് വേഗം തന്നെ ഇനിയും കാണാം, അല്ലെ? എന്താണ്? ഗ്രാമത്തിൽ പോയി സുഖമായിട്ട് തിരിച്ചു വരൂ എന്നാണ് ഇവര് കേശവനോട് പറയണത്. അപ്പൊ പിന്നീട് അടുത്തതായിട്ട് പിന്നെയും കാണുന്നതിന് വേണ്ടിയിട്ട് അവരെന്താവുന്നത്? അലഗ് ഹോ ജാത്താ ഹെ, വേറെ വേറെ ആകുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. സഹി ആശയ് ചുനെ ഓർ മിലൻ കരെ. സഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കറക്റ്റ് ആയിട്ടുള്ള ആശയം തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മിലൻ എന്ന് പറഞ്ഞാൽ എന്താ? മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയായാലും വരും. അപ്പം മിലന്റെ മീനിങ് എന്തായാലും അറിഞ്ഞിരിക്കണം, മാച്ച് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നോക്കി എല്ലാവർക്കും മനസ്സിലാവും ക്വസ്റ്റ്യൻ എന്താന്നുള്ളത്. ഘടന കഥൻ, എന്താണ്? നടന്ന ഒരു സംഭവം, അതാണ് ഘടന. എന്നിട്ട് ഇപ്പുറം എന്താ? ആശയം. എന്താണ് നെക്സ്റ്റ്? ആ ഒരു നടന്ന സംഭവത്തിൽ എന്താശയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിവിടെ ക്വസ്റ്റ്യനും ആൻസറും കറക്റ്റ് രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോവാം. ലഡ്കോനെ കുച്ച് ദിനോ അപ്പനെ ഖേൽ മേ തോ ഷാമിൽ നഹീ കിയ. എന്താണ്? ഫസ്റ്റ് നമ്മൾ അറിയുന്നുണ്ട് ഈ ആൺകുട്ടികൾ എന്താ ചെയ്തത്? കേശവിനെ കുറച്ച് ദിവസത്തേക്ക് എന്താണ് കളിക്കാൻ കൂട്ടിയിട്ടില്ല, ശരിയല്ലേ? മഗർ ഉസേ അപ്പനി ഹസി മസാക്ക വിഷയ് ജറൂർ ബനാ ലിയ.
ഇപ്പൊ കളിക്കാനും കൂട്ടിയില്ല, പിന്നെ എന്താ നെക്സ്റ്റ് ചെയ്തത്? അതെ, അവനെ കളിയാക്കുന്നതിനുള്ള ഒരു വിഷയവും കൂടെ ആക്കി മാറ്റി, അല്ലെ? അപ്പൊ എന്താ ആശയമാണ് അവിടെ പറയുന്നത് നോക്കൂ. സാമൂഹിക് അൽഗാവ്. എന്താണ് പറയുന്നത്? നമ്മള് സാമൂഹികമായിട്ട് വേർപെടുത്തുക, ഒരാളെ ഒരു സമൂഹത്തിൽ നിന്ന് വേർപെടുത്തുന്ന ഒരു ആശയമാണ് ഈ ഒരു സംഭവത്തിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിയല്ലേ? കേശവിനെ ഈ ആൺകുട്ടികള് കളിക്കാനും കൂട്ടുന്നില്ല, പിന്നെ നെക്സ്റ്റ് വേറെ എന്താണ് ചെയ്തത്? അവനെ ഒരു കളിയാക്കുന്ന ഒരു വിഷയമാക്കി. അപ്പൊ അങ്ങനെ വെറുതെ കുട്ടികൾ നോക്കുക അവനെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ്, അല്ലേ? കളിയാക്കുന്ന ഒരു വിഷയം കൂടെ ആക്കി മാറ്റി. ഇനി സെക്കൻഡ് നോക്കൂ. അബ് ജബ് തും ലോട്ടോगे കേശവ് തോ ഹമാരി ടീം സെ ഖേൽന. അതിനി എന്താണ്? ലാസ്റ്റിലെ പോർഷൻ ആണത്. എന്താണ്? നമ്മളിപ്പോൾ നീ എപ്പോഴാണോ കേശവ് തിരിച്ചു വരുന്നത്, ലോട്ടോगे എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചു വരുന്നത്. തോ ഹമാരി ടീം, 2 ടീമുണ്ട് അല്ലേ? അതിൽ ഒരു ടീമിലെ മെമ്പറാണ്, ക്യാപ്റ്റൻ ആണ് പറയുന്നത് എന്താണ്? ഇനി ഞങ്ങളുടെ ടീമിലായിരിക്കും ആര് കളിക്കുക? കേശവ് കളിക്കുക. അപ്പൊ അത് എന്താ ആശയാണ്? സാമാജിക് സമാവേശ്. എന്താണ്? സോഷ്യലായിട്ട് കൂട്ടി നിർത്തുക. ഓക്കെ. അപ്പം സമാജത്തില് എന്താണ്? സമൂഹത്തില് കൂട്ടി നിർത്തുന്നതിനെയാണ് സമാവേശ്. ഇനി മൂന്നാമത്തെ നോക്കൂ. രാത് കോ സപ്നെ മേ കേശവ് അപ്നെ കോ അക്സർ ക്രിക്കറ്റ് ഖേൽത്താ ദേഖാ. അപ്പൊ കേശവിന് ക്രിക്കറ്റ് ഭയങ്കര, എന്താ പറയാ, നമ്മളൊക്കെ പറയുന്നവര് ഭയങ്കര പ്രാന്താണ്, അല്ലേ? അപ്പൊ എന്താണ്? രാത്രി ആവുമ്പോൾ എന്താണ്? ക്രിക്കറ്റിന്റെ സ്വപ്നമാണ് കാണുക. അപ്പൊ ക്രിക്കറ്റിന്റെ സ്വപ്നത്തിൽ എന്താണ്? എപ്പോഴും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്നമാണ് കാണുന്നത്. അപ്പൊ എന്ത് ആശയമാണ് അവിടെ പറയുന്നത്? ഉമ്മീദ് കി ഭാവന. അപ്പൊ ഇവൻ എന്നെങ്കിലും ക്രിക്കറ്റ് കളിക്കാൻ ഒരു അവസരം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയുടെ ഭാവനയാണ് തേർഡ് വൺ. ഓക്കെ, ഇതൊക്കെ എളുപ്പമാണ് ശരിക്കും, അല്ലേ? ചോക്ക് തക് ദൗഡ്കർ ദോ ലോഗ് ജാവോ കോയി ബി ഓട്ടോ ടാക്സി മിലേ ഫോറൻ ലേക്കർ ആവും. എന്താണ്? ആ ഒരു ജംഗ്ഷൻ തക്ക പോയിട്ട്, ചോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ജംഗ്ഷന് വരെ പോയിട്ട് ആരെങ്കിലും ഒന്ന് പോകുക. ദൗഡ്കർ എന്ന് പറഞ്ഞാൽ എന്താ? ഓടിപ്പോകൂ. എന്നിട്ടോ കോയി ബി ഓട്ടോ, ഏതെങ്കിലും ഒരു ഓട്ടോ, ടാക്സി മിലേ ഫോറൻ ലേക്കർ ആവോ. ഓട്ടോ ആയാലും കുഴപ്പമില്ല, ടാക്സി ആയാലും കുഴപ്പമില്ല, പെട്ടെന്ന് പിടിച്ചു കൊണ്ടുവരൂ. അപ്പൊ എന്ത് ആശയമാണ് അവിടെ പറയണത്? മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ആശയമാണ്, അല്ലെ? നോക്കുക. വിപത്തി കി സ്ഥിതി കാ സാമന കർണ. എന്താണ് സഹായത്തിന്റെ? എന്താണ് അവിടെ പറയണത്? വിപത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അപകടം പറ്റിയ ആ ഒരു സമയം, ആ ഒരു അവസ്ഥയ്ക്ക് എന്താണ്? നമ്മള് അതിനെ സാമന കർണ, അതിനെ നേരിടുക. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ആശയങ്ങളിലെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭാഗത്തെ മീനിങ് മനസ്സിലാക്കണം. മീനിങ് മനസ്സിലാക്കുമ്പോൾ എന്തായിരിക്കും ആശയം എന്നുള്ളത് മനസ്സിലാക്കും. സാമൂഹിക അലഗാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ഒരാളെ ഒരു സമൂഹത്തിൽ നിന്ന് വേർപെടുത്തുക. നെക്സ്റ്റ് വൺ എന്താണ്? സമൂഹത്തിൽ നിന്ന് കൂട്ടിച്ചേർത്തുക. തേർഡ് വൺ എന്താണ്? പ്രതീക്ഷ, അല്ലെ? എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷ. ഇനി ഫോർത്ത് വണ്ണ, ഒരു അപകടം പറ്റുമ്പോൾ ആ അപകടത്തിനെ എങ്ങനെ നേരിടും, പെട്ടെന്ന് എടുക്കേണ്ട ഡിസിഷൻസ്. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. കഹാനിക്ക് മുഖ്യ ഘടനാവും കോ ചുൻകർ ലിഖേ ഓർ കോമിക് സ്ട്രിപ്പ് തയ്യാർ കരേ. എന്താണ്? കഥയുടെ മെയിൻ ആയിട്ടുള്ള ഇൻസിഡൻസ് തിരഞ്ഞെടുക്കാൻ. ചുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുക. കോമിക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളൊരു കോമിക് കോളൊക്കെ ഉണ്ടാക്കുമല്ലോ, അല്ലേ? പണ്ടൊക്കെ നമ്മളെ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരു കോമിക് കോളാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഞാൻ പറഞ്ഞുതരാം. ജേസെ ദാദാജി മുജെ മാ ബാപ് കെ പാസ് ലേ ആവോന. അപ്പൊ നമ്മളെ കേശവ് പറയാണ് ഫസ്റ്റിൽ തന്നെ, എന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. അപ്പൊ ഒരു കള്ളി വരച്ചിട്ട്, ഒരു ആൺകുട്ടീനെ വരച്ചിട്ട്, നമ്മൾ എന്താണോ ടെക്സ്റ്റിലുള്ള ആ ഒരു കോൺവെർസേഷൻ ഡയലോഗ് അത് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ. അത് ഇതേ രീതിയിൽ ചെയ്യാം. എടുക്കേണ്ട ഒരു കോൺവെർസേഷൻ എന്താണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഒന്ന് ചൂസ് ചെയ്തെടുക്കുക. ഇതിപ്പോ ഫസ്റ്റ് ഇൻസിഡന്റാ. ഫസ്റ്റ് ഇൻസിഡന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കേശവിന്റെ സ്വപ്നത്തിന്റെ ഇൻസിഡന്റ് ഉണ്ടാകും, അമ്മന്റെ അച്ഛനോട് പറയണേ. അപ്പൊ അത് കൊടുക്കുക. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ എന്തെങ്കിലും ചെയ്യുന്നത്, കോൺവെർസേഷൻ വരുന്ന സ്ഥലം. അപ്പൊ ഏതെങ്കിലും ഒരു മെയിൻ ഇൻസിഡന്റ് നോക്കിയിട്ട് എടുക്കുക. അപ്പൊ ഫസ്റ്റിൽ എന്താണ്? ഗ്രാൻഡ് ഫാദറിനോട് പറയാണ്, എന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കൂ. അപ്പൊ ഗ്രാൻഡ് ഫാദർ മതിയായിട്ട് എന്ത് പറയണ? ലേ ജാവുക, ഞാൻ കൊണ്ടുപോകാം. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ബസ്സിൽ കയറ്റി വിടുകയാണ്, അല്ലെ? ബസ്സിൽ കയറ്റി വിട്ട് ടൗണിൽ ഇറങ്ങിയപ്പോ എന്താ? അരെ വാ ഷെഹർ പहुंच गया. ഔ എന്താ രസം, എവിടെ എത്തി? ടൗണിൽ
എത്തി. അപ്പൊ അതാണ് ഈ ഒരു സ്ട്രിപ്പ്. നിങ്ങളും ഏതെങ്കിലും ഒക്കെ ഒരു ഇൻസിഡന്റ് എടുത്തിട്ട് ഈ രീതിയിൽ ഉണ്ടാക്കുക. ഓക്കെ, ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കുക. ചർച്ച കരെ ഓർ ലിഖേ. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താ? നിങ്ങൾ ചർച്ച ചെയ്തിട്ട് എന്താണ് എഴുതാൻ എന്താണ് നോക്കുക. കഹാനി കാ കോൺസാ പാത്ര, എന്താണ് കഥയുടെ ഏത് ക്യാരക്ടറാണ്? ഇപ്പൊ കഥയിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ഏത് ക്യാരക്ടേഴ്സ് ആണ് ആപ്കോ സബ്സെ ജ്യാദ പസന്ദ് ആയ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏത് ക്യാരക്ടറാണ്? ഓർ ക്യോ, എന്തുകൊണ്ട്? അപ്പൊ 2 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ പറയണം ഏത് ക്യാരക്ടറാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇഷ്ടമായത്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നും പറയണം. അപ്പൊ എല്ലാവർക്കും അറിയാം ഈ ഒരു ഇതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടർ ആരാണ്? കേശവ്. അപ്പോൾ നോർമലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് കേശവിൻ്റെത്, അല്ലേ? നല്ല ഡീസന്റ് കുട്ടി, അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് ചോദിക്കുന്നത്? പാത്രക്കാന ഏതാണ് ആ കഥാപാത്രത്തിന്റെ പേര്? നോക്കാം നമുക്ക്. ഇതാണ് ഫസ്റ്റ് വൺ. കഥാപാത്രത്തിന്റെ പേര് ആരാണ്? കേശവ്, അല്ലേ? കഥാപാത്രത്തിന്റെ പേരാണ് കേശവ്. ഇനി എന്താണ് ആ പാത്രത്തിന്റെ വിശേഷത എന്താ നോക്കൂ. കേശവ് മസ്ദൂർ പരിവാർക്കാൽ എടുക്കാ ഹെ, അല്ലെ? അവനൊരു ജോലി എടുക്കുന്ന അല്ലെങ്കിൽ ഡെയിലി വേജസിന് ജോലി എടുക്കുന്ന ഒരു ഫാമിലിയിലുള്ള ഒരു ആൺകുട്ടിയാണ്. പരീക്ഷാക്കെ ബാദ് വഹ അപ്നെ മാതാപിതാക്കെ സാത്ത് രഹനെ ഷഹർ ചാത്താ ഹെ. അപ്പം തീസരി കക്ഷാക്കെ പരീക്ഷ ബാദ്, അല്ലെ? എല്ലാവർക്കും ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നത്. 3rd ക്ലാസ്സിന്റെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കേശവ് എന്താണ് അച്ഛന്റെയും അമ്മേന്റെയും കൂടെ ഷെഹർ ടൗണിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നു. വഹാം ലഡ്കെ ഉസ്കെ സാത്ത് ഉപേക്ഷ കാ വ്യവഹാർ കർത്തേ ഹേ. അപ്പൊ അവിടെ എന്താണ് കേശവന് അഭിമുഖീകരിക്കേണ്ടി വന്നത്? എന്താണ്? അതെ, ആൺകുട്ടികൾ അവനെ വെറും ഒരു കളിയാക്കലിന്റെ ഒരു വിഷയമാക്കി മാറ്റുന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? അതെ, കളിക്കാൻ കൂട്ടിയതുമില്ല. ഉസ്കെ സാത്ത് ഉപേക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? അവനെ മാറ്റി നിർത്തുന്നത്. പർ വഹു എനിക്ക് സഹായത കർത്തേ ഹേ. പക്ഷെ കേശവ് എന്താണ്? കേശവിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് ഉണ്ടായത്? ഇവർ ഇങ്ങനെ എല്ലാ സ്വഭാവം കാണിച്ചിട്ടും കേശവ് എന്ത് ചെയ്തു? അവരെ എപ്പോഴും സഹായിക്കുകയാണ് ചെയ്തത്, അല്ലേ? എന്തുകൊണ്ടാണ് ഒന്നാമത് അങ്ങനെ സഹായിക്കാൻ ഒരു മെന്റാലിറ്റി വരുന്നത്? അവൻ നോർമലി ക്യാരക്ടർ നല്ല ക്യാരക്ടർ, പിന്നെ കളിക്കാനുള്ള ഒരു ഇഷ്ടം കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത്, ശരിയല്ലേ? അന്ത് മേ സബ്കാ ദോസ്ത് ബൻ ജാത്താ ഹേ. അവസാനം എന്താണ് ഉണ്ടാവുന്നത്? ആ ക്യാരക്ടറിൽ അവസാനം ആ ക്യാരക്ടറിന്റെ ഒരു ഗുണം എന്താണ് ഉണ്ടാവുന്നത്? എല്ലാവരുടെയും ഫ്രണ്ടായി മാറുകയാണ് കേശവ് ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇതൊരു മെയിൻ പോയിന്റ് ആണ്. സബ്കാ ദോസ്ത് ബൻ ജാത്താ ഹേ. പിന്നുള്ള മെയിൻ പോയിന്റ് എന്താണെന്നറിയോ? ഉപേക്ഷ കാ വ്യവഹാർ കർത്താ ഹേ. ബാക്കി ലഡ്കോനെ ഉപേക്ഷ കാ വ്യവഹാർ കർത്താ ഹേ പർ ഉൻകി സഹായത കർത്താ ഹേ. ആര്? അതെ, അപ്പൊ ഇത് ഒരു 3 ഒരു മെയിൻ പോയിന്റ് ആണ്. നോക്കിയിട്ട് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് പഠിക്കുക. ഇനി നെക്സ്റ്റ് എന്താണ്? ആ കഥാപാത്രത്തിന്റെ വ്യക്തിത്വം എന്താണെന്ന് നോക്കാം. കേശവ് സരൾ സ്വഭാവക്കാത്ത. അതെ, ഞാൻ പറഞ്ഞു എന്താണ് കേശവ് എന്താണ്? ഒരു പാവം സ്വഭാവമുള്ള ഒരു സാധാരണ കുട്ടിയാണ്. ലഡ്കെ ഉസസെ ബുരാ വ്യവഹാർ കർത്താ ഹേ. അപ്പൊ അങ്ങനെയുള്ള കുട്ടീനോട് ഈ ആൺകുട്ടികൾ ബാക്കിയുള്ളവർ എന്താ ചെയ്യണത്? അതെ, ഒരു മോശമായ രീതിയിലാണ് സ്വഭാവം കാണിക്കുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞത് തന്നെയാണ് പറയണത്. എന്താണ് മോശമായ രീതിയിൽ സ്വഭാവം കാണിച്ചതെന്നുള്ളത് നിങ്ങൾക്കും അറിയാം. പർ വഹ് സബ്സെ ദോസ്തി കാ വ്യവഹാർ കർത്താ ഹേ. പക്ഷെ അവരെത്ര മോശമായ രീതിയിൽ സ്വഭാവം കാണിച്ചാലും കേശവ് എന്താണ് ചെയ്യുന്നത്? എപ്പോഴും ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ അവരെന്ത് പറഞ്ഞാലും ചെയ്തുകൊണ്ടേ നിൽക്കും. ഓർ സഹായത ബി കർത്തേ ഹേ. എന്താണ്? അവരെ ഹെൽപ്പും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് കേശവിന്റെ വ്യക്തിത്വം. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ, മനോഭാവം. അപ്പൊ എന്താണ് കേശവിന്റെ മനോഭാവം? മെയിനായിട്ട് കേശവിന്റെ മനോഭാവം എന്താണ്? ഒരു ഫ്രണ്ട്ഷിപ്പും സഹായതയും, അല്ലേ? കേശവ് സബ്സെ പ്യാർ ഭരാ മനോഭാവം, അല്ലെ? എന്താണ് ചെയ്യണത്? എല്ലാവരോടും സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. അവനെ തിരസ്കരിച്ചാലും കേശവ് എന്ത് ചെയ്യും? കേശവ് എപ്പോഴും സ്നേഹത്തോടെ നിൽക്കും. प्यार भरा मनोभाव रखता है, उसके मन में വിദ്വേഷി की ഭാവന നഹി ഹെ. പിന്നെ എന്താ ഉള്ളത്? ശരിയാണ്, എപ്പോഴും സ്നേഹത്തോടെ നിൽക്കുന്ന ആളെ ഉള്ളിൽ എന്താണ്? ഒരു വിദ്വേഷം ഉണ്ടാവുമോ? ഇല്ല, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുള്ളൂ. പിന്നെ നെക്സ്റ്റ് അവസാനം എന്താണ്? ഈ ഇവിടെ
ഈ കഥാപാത്രം മെയിനായിട്ട് കാണിക്കുന്നത് ഭൂമിക. എന്താണ്? കേശവ് ഇസ് കഹാനിക്ക എന്ത് മെയിൻ ക്യാരക്ടറാണ് അല്ലേ? ഈ ഒരു സ്റ്റോറീന്റെ മെയിൻ ക്യാരക്ടർ നായകനാണ് ആര്? കേശവ് സബ്കാ പ്രഭാവിത് കർത്താ ഹെ. അവന്റെ സ്വഭാവം കൊണ്ടും അവന്റെ രീതികൾ കൊണ്ടും എല്ലാവരെയും അവൻ പ്രഭാവം ചെയ്തു അല്ലേ? ഓക്കെ, ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം നമുക്ക്. നെക്സ്റ്റ് ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇതിന്റെ മീനിങ് മനസ്സിലാക്കാനാണ്. ഞാൻ പറഞ്ഞുതരാം. വാക്യോം കോ രേഖാങ്കിത് അംശോം പർ ധ്യാൻ ദേ. വാക്യോം എന്ന് പറഞ്ഞാൽ എന്താ? സെന്റൻസസ്. രേഖാങ്കിത് പറഞ്ഞാൽ അണ്ടർലൈൻഡ്. അംശോം കോ, അംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പെസിഫൈ ചെയ്ത് അണ്ടർലൈൻ ചെയ്ത ഈ ഒരു വേർഡിനെയാണ് അംശ. പർ ധ്യാൻ ദേ, നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ അതിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കൂ. എന്താണ് നോക്കുക? बड़े लड़कों को वहां बॉल मांगने जाने पर अपमानित होने का डर रहता है. അപ്പോൾ ഈ കോ എന്തിനാണ് ഇവിടെ, ഏത് രീതിയിലാണ് മീനിങ് വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ബഡേ ലടുക്കോക്കോ, വലിയ ആൺകുട്ടികൾക്ക്, വഹാം അവിടെ, ബോൾ മാങ്കിനെ ജാനേ പർ ബോൾ ചോദിച്ച് വാങ്ങാൻ പോകുന്നതിന് വേണ്ടിയിട്ട്, അപമാനിത് ഹോനേക്കാ ഡർ രഹത്താഹെ, എന്താണ്? അപമാനിക്കപ്പെടും എന്ന ഒരു പേടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്താ അവിടെ പറയണത്? വലിയ ആൺകുട്ടികൾക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് കോ എന്നുള്ള നമ്മൾ കൊടുക്കുമ്പോൾ വരുന്ന മീനിങ്. ഈ നെക്സ്റ്റ് വൺ നോക്കൂ. കേശവ് കോ കിസി ബി ടീം മേ ജഗ നഹി മിലി തി. കേശവിന് എന്താണ്? കേശവിന് ഒരു ടീമിലും സ്ഥലം, ജഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്ലേസ്. ഒരു ടീമിലും പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ആണ്. ഈ നെക്സ്റ്റ്, ലഡ്കെ കേശവ് കോ വാപ്പസ് അഹാത്തേക്ക് ബാഹർ കീഞ്ച് ലേത്തെ ഹേ. എന്താണ്? ആൺകുട്ടികള് കേശവിനെ, ഓക്കെ, കേശവിനെ വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ച്, എന്താണെന്ന് വെച്ചാൽ വാപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കോട്ട്, തിരിച്ച്. അഹാത്തെ എന്ന് പറഞ്ഞാൽ എന്താ? നടുമുറ്റം. എവിടെയായി നടുമുറ്റം വരുന്നത്? ബോൾ ഒരു ദമ്പതിന്റെ വീട്ടിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് എടുക്കാൻ പോവാൻ ബാക്കിയുള്ളവർക്ക് മടിയാണ് അല്ലെ? അതിന് ഇവരെന്ത് ചെയ്യും? ആ നടുമുറ്റം ആഹാത്തയിലേക്ക് കേശവിനെ പറഞ്ഞു വിടും. എന്നിട്ട് ബോൾ എടുത്തു കഴിഞ്ഞാൽ കേശവിനെ അവിടുന്ന് വലിച്ച്, അതെ, ബാഹർ കീച്ച് ലേത്തെ ഹേ, പുറത്തേക്ക് വലിച്ചിടും. ഓക്കെ, ഈ തേർഡ് വൺ, കിനാരെ ബൈട്ട. കേശവ എന്താ ചെയ്യണത്? കിനാരെ, ഒരു സൈഡില്, തീരത്ത് ഇരിക്കുന്നുണ്ടാകും. ബാക്കിയിലെടുക്കോ, ബാക്കിയുള്ള ആൺകുട്ടികളില് കേൾത്താ ദേക്ത, ആൺകുട്ടികളെ എന്താണ് ചെയ്യണത്? അതെ, കളിക്കുന്നത് നോക്കണം. അപ്പൊ കോന്റെ മീനിങ് ഓരോന്നിലും എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് എന്താണ് ചർച്ച ചെയ്യാൻ പറയുന്നത്? ഊപ്പർ വാക്യോ മേ കോ പ്രയോഗ പ്രത്യേക സന്ദർഭ മേ കിസി അർത്ഥക്കോ സൂചിത് കത്താൽ. അപ്പൊ ഓരോ സന്ദർഭത്തിൽ കോന്റെ മീനിങ് ഏത് രീതിയിലാണ് വരുന്നത് അതാണ് ഇവിടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞതും അതാണ്. ഫസ്റ്റിൽ വന്നതല്ല, രണ്ടാമത് വരുന്ന രീതി അല്ലെ? ഫസ്റ്റ് എന്താണ് വന്നത്? ബഡേൽ എടുക്കോങ്കോ, വലിയ ആൺകുട്ടികൾക്ക്. പിന്നെന്ത് വന്നു? കേശവിന് അല്ലെ? പിന്നെയും വന്നു കേശവിന്. ഓക്കെ, അപ്പോ ऐसे प्रयोग कहानी में ढूंढकर പുസ്തിക में लिखे. നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഇതേ രീതിയിൽ വരുന്ന കോ വെച്ചിട്ട് വരുന്ന സെന്റൻസ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി പറയുന്നത്. ഞാൻ നെക്സ്റ്റും അതേ രീതിയിൽ തന്നെ എന്താണ്? വാക്യോം കോ രേഖാങ്കിത് അംശം പർ, അതേ രീതിയിൽ തന്നെ സേവ് ഉപയോഗിക്കുന്നത് നോക്കാം. ഷഹർ ജാക്കർ ജമാ ചന്ദേ സെ നയി ക്രിക്കറ്റ് സാമഗ്രി കെ സാത്ത് ഏക് ഷീൽഡ് ബി ഖരീദ് ലി. എന്താ പറയണത്? ഷെഹർ, ടൗണിൽ പോയിട്ട്, ജമാ ചന്തേ എന്താണ്? ഒരു സ്വരൂപിച്ച പൈസയിൽ നിന്നിട്ട് പൈസയെ കൊണ്ട് എന്താണ്? നെയ് ക്രിക്കറ്റ്. അപ്പൊ അവിടെ എന്താ വന്നത് അല്ലെ? കൊണ്ട് നെയ് ക്രിക്കറ്റ് സാമഗ്രി, പുതിയ ക്രിക്കറ്റ് സാധനങ്ങള്, സാത്തേക്ക് ഷീൽഡ്, ഒരു ഷീൽഡും കൂടെ വാങ്ങിച്ചു. ടൗണിൽ പോയിട്ട് തങ്ങള് സ്വരൂപിച്ച പൈസ കൊണ്ട് ക്രിക്കറ്റ് സാമഗ്രികളും എന്താണ്? ഷീൽഡും അവര് വാങ്ങി. ഈ നെക്സ്റ്റ് നോക്കൂ. കിലാടിക്ക് കമിക്ക് പൂർത്തി കേശവ് സെ കീ ജാത്തി ഹെ. അതും എന്താ പറയണത്? കൊണ്ട്. കിലാടി എന്ന് പറഞ്ഞാൽ എന്താ? പ്ലെയറിന്റെ കുറവ്, കമി കുറവ്, പൂർത്തി, അതിനെ എങ്ങനെയാണ് അവര് പൂർത്തിയാക്കിയത്? കേശവിനെ കൊണ്ട് കളിപ്പിച്ചിട്ട്. ഓക്കെ, ഈ നെക്സ്റ്റ് നോക്കൂ. വഹ ലടുക്ക ഗയ, ആ ആൺകുട്ടി പോയി.
ഓർ ഓട്ടോ വാലെ സെ ബാത് കി. പോയിട്ട് എന്താ ചെയ്ത്? ഓട്ടോ വാലയോട്, അതെ വാലയോട് മീൻസ് ആ ഓട്ടോക്കാരനോട് സംസാരിച്ചു. 4th വൺ, ഇമാരത് കെ പീച്ചെ, എന്താണ് നമ്മുടെ ആ ബിൽഡിങ്ങിന്റെ ബാക്കില് ഹിൽത്തി ചാലി, ഇളകുന്ന എന്താണ് ആ ഒരു ചെറിയൊരു പാലുണ്ട്, അടിയിൽ ചെറിയ നാലിയാണ്. ഹിൽത്തി ചാലി സെ ചടുക്കർ ഛത്ത് തക് ജാന ഉൻകെ ലിയെ മുഷ്കിൽ കാം ഥാ. ആ ചാലിയിൽ കേറിയിട്ട് ചടുക്കർ, എന്താണ് ആ ചാലിയില് ചടുക്കർ ഛത്ത് തക്ക് ജാന, എന്താണ് റൂഫ് തക്ക് പോവാൻ വേണ്ടിയിട്ട്, റൂഫിന്റെ മേലത്തൊക്കെ പോവാൻ വേണ്ടിയിട്ട് എന്താണ് മുഷ്കിൽ ത, ഭയങ്കര വിഷമമായിരുന്നു, ഡിഫിക്കൾട്ടായിരുന്നു. അപ്പം ഇതാണ് കോയും സേന്റെ ഉപയോഗങ്ങള്. ഇതും അത് തന്നെയാണ് പറയുന്നത്. ഊപ്പർ വാക്യോക്കോ സേക്ക പ്രയോഗ, ഓരോ സന്ദർഭത്തിൽ ഏത് രീതിയിലാണ് സേന്റെ പ്രയോഗിന്റെ മീനിങ് വരുന്നത്, അർത്ഥം എന്താണ് സൂചിപ്പിക്കുന്നത്. സേ യുക്തി ഇസി പ്രകാർക്ക വാക്യം എന്നാണ് സേ ഉപയോഗിച്ചിട്ടുള്ള ഇതേ രീതിയിലുള്ള സെന്റൻസ് ടെക്സ്റ്റിൻ്റെ അകത്ത് നോക്കിയിട്ട് എടുത്ത് പുസ്തകത്തിലേക്ക് എഴുതാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം നമ്മള്. കഹാനിക്ക് അന്തമേ, എന്താണ് കഥയുടെ അവസാനത്തില് കേശവ് കെ പ്രതി, കേശവനോടുള്ള ലഡുക്കോ കെ മനോഭാവമേ, ആൺകുട്ടികളുടെ മനോഭാവത്തിന് ബദ്ലാവ് ആത്താ ഹെ, എന്താണ് എല്ലാവർക്കും അറിയാം ചേഞ്ചസ് വരുന്നുണ്ട്. ബദ്ലാവ് പറഞ്ഞ ചേഞ്ചസ്. ഗാവ് പഹുഞ്ചനെ കെ ബാദ്, ഗ്രാമത്തിൽ എത്തിയതിനു ശേഷം കേശവ് അപ്നെ അനുഭവ് ഡയറിമേ ലിഖ്താ ഹെ. അപ്പൊ ഗ്രാമത്തിൽ എത്തിയതിനു ശേഷം കേശവൻ എന്താണ് ഒരു ചിന്ത വന്നത്? തനിക്ക് പറ്റിയ അനുഭവങ്ങള് ഒരു ഡയറിയിൽ എഴുതാൻ. അപ്പൊ ഡയറി എഴുതുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ എല്ലാവർക്കും ആദ്യം അറിയാമായിരിക്കും. കാരണം നമ്മളത് എനിക്ക് തോന്നുന്നു 6th 7th മുതലേ എഴുതി തുടങ്ങുന്നുണ്ട് അല്ലെ, ഡയറി ഒക്കെ. ഡയറി ലിഖേ, അപ്പോ ആ ഡയറി എഴുതാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പൊ ഡയറി എഴുതുന്ന എന്താണ് ഫോർമാറ്റ് ഉണ്ട്. എന്താണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റ് എഴുതണം. ഡേറ്റ് എന്താണ്? ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾക്ക് എഴുതാം. പിന്നെ എന്താണ് ദിൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ രവിവാർ തൊട്ടിട്ട് ഹിന്ദിയിൽ എഴുതണം. ഹിന്ദി മസ്റ്റ് ആണ്. രവിവാർ തൊട്ടിട്ട് രവിവാർ സോമവാർ മംഗൾവാർ ബുധവാർ ഗുരുവാർ ശുക്രവാർ ശനിവാർ അല്ലെ. അപ്പം അതിലേതെങ്കിലും ഒന്ന്, അപ്പൊ ഏതെങ്കിലും ഒരു ഡേ പഠിച്ചിരിക്കുക. എന്നിട്ട് ഡേറ്റ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ താഴെ അതും എഴുതുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാ? ഡയറി സ്റ്റാർട്ട് ചെയ്യാം. ആജ് മേ അപ്നാ ഗാവ് വാപ്പസ് ആയാഹും. അപ്പൊ എന്താ കേശവ് പറയണത്? ഇന്ന് ഞാൻ എൻ്റെ ഗ്രാമത്തില് തിരിച്ചു വന്നിരിക്കുന്നു. ഓക്കെ. മേരെ മാതാപിതാ ഷെഹർ മേ ബഹുത്ത് മെഹനത് കർ രഹേ ഹേ. അപ്പം ഗ്രാമത്തിൽ നിന്ന് ടൗണിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ നഗരത്തിലേക്ക് പോയപ്പോൾ കേശവ് എന്താ കണ്ടത്? അവന്റെ അച്ഛനും അമ്മയും അവിടെ നഗരത്തില് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പൊ അതാണ് കേശവ് ഡയറിയിൽ എഴുതുന്നത്. എൻ്റെ അച്ഛനും അമ്മയും നഗരത്തില് ബഹുത്ത് മെഹനത് കർത്താ ഹെ, നല്ലോണം പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇനിയോ ഷെഹർ മേ ജാക്കർ ക്രിക്കറ്റ് ഖേൽനേക്ക അവസർ മില. അപ്പോ നഗരത്തിൽ പോയപ്പം എന്ത് അവസരമാണ് കേശവന് കിട്ടിയത്? ഗ്രാമത്തിലകത്ത് ക്രിക്കറ്റ് കളിക്കാനുള്ള അവസരം കിട്ടി ഇല്ലേ. ഏതെങ്കിലും ഒരു കുട്ടികൾ ലീവ് ആകുമ്പോൾ ഇവനെ പിടിച്ചിട്ട് അവിടെ നിർത്തിയിട്ട് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, ശരിയല്ലേ? खेलते समय जब मैं बॉल लेने किसी इमारत के तीसरी मंजिल पर गया. അപ്പോൾ खेलते സമയം എന്ന് പറഞ്ഞാൽ എന്താ? കളിക്കുന്ന സമയത്ത് ജബ് മേ അവൻ എന്താണ്? ബോൾ ലേനെ, ബോൾ എടുക്കുവാൻ വേണ്ടിയിട്ട് കിസി ഏതോ ഒരു ബിൽഡിങ്ങിന്റെ തീസരി മൻസിൽ പർ മൂന്നാമത്തെ നിലയിലേക്ക് പോയപ്പോൾ ഗിർക്കർ ചോട്ടിലേക്ക് വീണിട്ട് എന്താണ്? അവര് മുറിവ് പറ്റി. ഗിർന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീഴുക കേട്ടോ. പർ മുജെ കുച്ച് അച്ഛേ ദോസ്ത് ബി മിലേ. പക്ഷേ എന്താണ്? മുറിവൊക്കെ പറ്റി, എനിക്ക് അപകടമൊക്കെ പറ്റിയെങ്കിലും എന്താണ് ലാസ്റ്റിൽ ഉണ്ടായത്? കുറച്ച് നല്ല ഫ്രണ്ട്സുകളെ കിട്ടി. ഉനോനെ ക്രിക്കറ്റ് കെ കുച്ച് സാമാൻ ബി മുജേ ദിയ. അപ്പൊ അവരെങ്ങനെയാണ് ഫ്രണ്ട്സ് ആയത്? അവൻ തിരിച്ച് ഈ മുറിവ് പറ്റിയിട്ട് ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ എന്താണ്? ഓട്ടോയിൽ അവര് കുറച്ച് ക്രിക്കറ്റിന്റെ സാധനങ്ങളൊക്കെ കൊടുത്തു. പിന്നെയോ അബുമേ ഗർമേ ആരാം കർ. അപ്പൊ ഇപ്പോഴെന്താണ് കേശവ് ചെയ്യുന്നത്? അബുമേ ഗർമേ വീട്ടില് ആരാം വിശ്രമിക്കുകയാണ്. കിസി ദിൻ ഷെഹർ ജാക്കർ സബ്സെ മിൽനാ ബി ഹെ. എന്താ പറയണത്? ഏതെങ്കിലും ഒരു സമയത്ത് ഇതൊക്കെ മാറി ഞാൻ സുഖപ്രാപ്തിയായി പിന്നെ സ്കൂള് കഴിഞ്ഞ് അടുത്ത വെക്കേഷനോ എപ്പോഴെങ്കിലും
തിരിച്ചു പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചാത്തേ ഹേ. ഓക്കെ, ഒരു സിമ്പിൾ ഡയറി. ഞാൻ സിമ്പിള് എന്താണ് ചെറിയ ചെറിയ സിമ്പിൾ വേർഡ്സ് വെച്ചിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനോ എഴുതാനോ എളുപ്പമാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഡയറി കഴിഞ്ഞു. ഡയറി കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കേശവ് കെ ഗാവ് പहुंचने के बाद കപ്താൻ കേശവ് കെ നാം പത്ര ലിഖ്താ ഹെ വഹ പത്ര ലിഖേ. അപ്പൊ ക്യാപ്റ്റന് എന്താ പറയുന്നത്? നമ്മൾ ഓട്ടോ കയറ്റുന്ന സമയത്ത് ഒരു ക്യാപ്റ്റൻ വന്നിട്ട് പറയുന്നുണ്ട് അല്ലേ? ക്യാപ്റ്റനാണ് പറയുന്നത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങളുടെ ടീമിൽ കളിക്കാന്ന്. ഒരു ടീമിന്റെ ക്യാപ്റ്റൻ. കേശവ് കെ ഗാവ് പहुंचने के बाद, കേശവ് ഗ്രാമത്തിൽ എത്തിയതിനു ശേഷം കപ്താൻ കേശവ് കെ നാം പത്ര ലിഖ്താ ഹെ. ആ ക്യാപ്റ്റൻ എന്താണ് കേശവന് ഒരു ലെറ്റർ എഴുതുന്നുണ്ട്, പത്ര. വഹ് പത്ര ലിഖേ. അപ്പൊ ആ കത്ത് നിങ്ങൾ എഴുതാൻ വേണ്ടി, അപ്പൊ കപ്താൻ കേശവൻ എഴുതുന്ന രീതിയിൽ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പത്ര. പത്ര എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റർ. ലെറ്റർ എഴുതുമ്പോഴുള്ള ഫോർമാറ്റ് എല്ലാവർക്കും അറിയാലോ. ഫസ്റ്റ് പ്ലേസ് എഴുതുക, പിന്നെ ഓക്കെ ഫസ്റ്റ് പ്ലേസ് എഴുതുക, നെക്സ്റ്റ് വൺ ഡേറ്റ് എഴുതുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് ഫസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് കത്തല്ലേ, ഫ്രണ്ട്ഷിപ്പ് കത്താകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സാധാ രീതിയിൽ ഇൻഫോർമൽ ആയിട്ട് അങ്ങോട്ട് തുടങ്ങുക. എന്താണ്? പ്രിയ കേശവ്, പ്രിയ മിത്ര കേശവ്, കേസേ ഹോ. എന്താ പറയണത്? മൈ ഡിയർ ഫ്രണ്ട് കേശവ്, ഹൗ ആർ യു? എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ്? ആശാ കർത്താഹുക്ക് തും സ്വസ്ഥ ഹോ. അപ്പം എന്താണ് ഇൻസിഡന്റ്? നമ്മളൊക്കെ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് പോയതാണ്. അപ്പൊ എന്താ പറയണത്? ആശാ കർത്തവും, ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നു നീ ആരോഗ്യവാനാണ്. സ്വസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ആരോഗ്യം. നീ ആരോഗ്യവാനാണ്. ഡോക്ടറിനെ ക്യാ കഹ, ഡോക്ടർ എന്ത് പറഞ്ഞു? പടായി കേസിയേ, നിന്റെ പഠിപ്പ് എങ്ങനെയുണ്ട്? ജബ് ഹം മൈദാൻ മേ ഖേൽനെ ജാത്തേ ഹേ. എന്താ പറയണത്? ഇപ്പോ ഞങ്ങള് മൈതാനത്തില് അതെ കളിക്കാൻ പോകുമ്പോൾ തുമാരി ബഹുത്ത് യാദ് ആത്തി ഹേ, നിന്നെ വല്ലാതെ ഞങ്ങൾക്ക് ഓർമ്മ വരും. ശരിയല്ലേ? എന്താണ് എപ്പോഴും ക്രിക്കറ്റിന്റെ ബോൾ പോയി കഴിഞ്ഞാൽ എടുത്തു കൊടുക്കാൻ ആരാ പോവുക? കേശവാണ് പോവുക. നോർമലി അത് അവർക്ക് ഓർമ്മയുണ്ടാവും. തും കബ് യഹാം വാപ്പസ് ആ ജാവോഗെ, നിങ്ങൾ എപ്പോഴാണ് ഇങ്ങോട്ട് തിരിച്ചു വരിക? അല്ലെ നീ എപ്പോഴാണ് തിരിച്ച് നഗരത്തിലേക്ക് വരിക? തുമാരെ സാത്ത് ഖേൽനേക ഹം സബ് ഉത്സുക് ഹെ, നിന്റെ കൂടെ കളിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഉന്മേഷമാണ്, ആഗ്രഹമുണ്ട്. ജൽദി ഫിർ മിലേംഗെ, പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുമുട്ടാം. ജവാബ് കി പ്രതീക്ഷ, എന്താണ് തിരിച്ച് നീ ഒരു ആൻസർ തരും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ആരാണ്? തുമാരാ ദോസ്ത്, ദോസ്തിന്റെ പേര് എഴുതുക. എന്താ ദോസ്തിന്റെ പേര്? എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ കപ്താൻ എന്ന് മാത്രമേ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എന്താണ് ഏത് പേര് വേണമെങ്കിലും, കപ്താൻ ഒരു പേര് നിങ്ങളതായ ഇഷ്ടത്തിൽ, അല്ലെങ്കിൽ നിങ്ങളെ പേര് കൊടുത്താലും ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എല്ലാവർക്കും എങ്ങനെയാണ്? ലെറ്ററിന്റെ ഫോർമാറ്റ് മസ്റ്റ് ആണ്. അപ്പൊ ഇതൊരു ഇൻഫോർമൽ ലെറ്റർ ആണ്, ഒരു ഫ്രണ്ടിന് അയക്കുന്ന ലെറ്റർ ആണ്. അപ്പോൾ ഈ രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി അനുബന്ധ കാര്യം. ജസ്റ്റ് ഒരു എന്താ പറയാ, ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ സ്റ്റോറിയോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളത് നോക്കി വെക്കുക. കഹാനിക്ക് ചരം സീമാക്കോ ബദൽക്കർ ലിഖേ. എന്താണ് അവര് ഈ അനുബന്ധ കാര്യത്തിൽ കൊടുത്തത്? സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളതായ രീതിയിൽ ഒരു കഥ ഉണ്ടാക്കാനുള്ള ഒരു മെന്റാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അനുബന്ധകാരി കൊടുത്തത്. എന്താണ് നിങ്ങളതായ രീതിയിൽ ഒരു കഥ മെനയാൻ വേണ്ടിയിട്ട്, അല്ലെ കഥയുടെ അവസാന ഭാഗം എന്താണ്? ചരം സീമ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ കൊടുത്ത ഈ ഒരു കേശവിന്റെ കഥേന്റെ അവസാനം എന്താണ്? കേശവ് മുറിവ് പറ്റിയിട്ട് ഓട്ടോയിലേക്ക് അച്ഛനും അമ്മേന്റെയും കൂടെ തിരിച്ച് ഗ്രാമത്തിലേക്ക് പോണതാണല്ലേ. ഈ ഒരു ഭാഗം മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത്. ഓക്കെ, അത് പക്ഷെ നിങ്ങളോട് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഓരോ കുട്ടികളുടെ തലയിൽ ഓരോ രീതിയിലായിരിക്കും എന്ത് വരിക? ഒരു സ്റ്റോറി വരിക. സ്റ്റോറിന്റെ ഭാഗം ക്രിയേറ്റീവ് ആവുക. അപ്പൊ ഈ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാനൊരു ചെറിയൊരു ഒരു മാറ്റം എന്താണെന്ന് നോക്കാം നമുക്ക്. കൊടുത്തത് കേശവ് ബോൾ ലേനെ, കേശവ് ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് ചത്തുപ്പറി ചട, എവിടെയാണ്? അതെ, റൂഫിന്റെ മേലെ കയറി. ഓർ സുരക്ഷിത് നീച്ചെ ഉത്തറായ, എന്താണ്? അപ്പൊ ഒരു ഹാപ്പി എൻഡിങ് ആണ്. എന്താണ്? സുരക്ഷിതമായിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. നീച്ചയായ എന്ന് പറഞ്ഞാൽ എന്താ? താഴേക്ക് ഇറങ്ങി വന്നു. ഉസ്കി
ഹിമ്മത്ത് ദേക്കർ അവന്റെ എന്താണ് ധൈര്യം കണ്ടിട്ട് ലഡ്കോനെ ഉസേ ടീമേ ഷാമിൽ കരുതിയ. അപ്പൊ അവൻ ഈ ബോൾ പോയി ആരും കേറാത്ത സ്ഥലത്ത് പോയിട്ട് ബോൾ എടുത്ത് കൊണ്ടുവരാനുള്ള ധൈര്യം കണ്ടിട്ട് ഈ ഒരു ടീമിലുള്ള ആള് എന്താണ് അവനെ കളിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് റെഡിയായി. എന്നിട്ടോ ഉസീ ദിൻ ആ ദിവസം ഉസ്നെ ശാന്താർ ഖേൽ ദിക്കാക്കർ ആ ദിവസം എന്താ ചെയ്തത്? അവൻ നല്ല ഉഷാറായിട്ട് കളിച്ചു. എന്നിട്ടോ ശാന്താർ എന്ന് പറഞ്ഞാൽ എന്താ? അതെ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളി അല്ലെ? ഉഷാറായിട്ട് കളിച്ചു. ടീം കോ ജീത്ത് ദിലായ ടീമിനെ ജയിപ്പിച്ചു. ഓർ സബ്കാ പ്രിയ ദോസ്ത് ബൻ ഗയ എല്ലാവരുടെയും ഒരു നല്ല സുഹൃത്തായി മാറി. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ചെറിയൊരു കഥയുടെ ഒരു ട്വിസ്റ്റ്, ലാസ്റ്റിലെ ക്ലൈമാക്സ്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങളെ ഓരോ കുട്ടികളുടെ തലയിൽ ഓരോ രീതിയിലുള്ളതായിരിക്കും വരിക. അവരാരും ശ്രമിക്കുക. ഒരു ഹാപ്പി എൻഡിങ് കൊടുത്തു അല്ലെ? മറ്റതെന്താണ് നമുക്കുള്ളത്? ലേശം ഒരു പ്രശ്നങ്ങളൊക്കെ പറ്റി, പിന്നെ എല്ലാവരും അവനെ ബൈ അയക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആക്ടിവിറ്റീസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. പിന്നെ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, എല്ലാവരും പഠിച്ച് നല്ല കുട്ടികളായിട്ട് നടക്കുക. ഓക്കെ, താങ്ക് യു.